നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി കേട്ടോ. അഥവാ അതിൽ നമ്മൾ റിപ്പോ റേറ്റ് ആണ് ഫസ്റ്റ്. അതിൻ്റെ റിപ്പോ റേറ്റിൻ്റെ മുമ്പേ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രൈസിങ് ആൻഡ് വാല്യുവേഷൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ആ ഒരു ഹെഡിൻ്റെ താഴെ പറയുന്നത് നമ്മൾ സ്പോട്ട് പ്രൈസും അതുപോലെ ഫ്യൂച്ചർ പ്രൈസും ഉണ്ടാവുമല്ലോ അല്ലേ. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രൈസ് അല്ലേ. ഫ്യൂച്ചർ പ്രൈസ് അതിൻ്റെയും ഡിഫറൻസ്, ആ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ചെറിയൊരു രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഏണിങ്സ് അത് മിക്കവാറും ആരായിരിക്കും ഉണ്ടാക്കുക? ആർബിട്രേജേഴ്സാണ് ഉണ്ടാക്കാറുള്ളത്. ആർബിട്രേറ്റ് വഴിയാണ് അവർ ഈ ഒരു ഇതിൽ ചെറിയ വിലയിൽ അല്ലേ ലോ പ്രൈസിൽ വാങ്ങിച്ചിട്ട് ഹൈ പ്രൈസിൽ എന്ത് ചെയ്യാണ് വിൽക്കുക ചെയ്യുന്നത്. ഹയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഹൈ പ്രൈസുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അത് വിൽക്കും. അപ്പോൾ അവിടെ അവർക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു രീതി ഇവിടെ അവർ എടുക്കുന്നുണ്ട്. ഈ ഒരു സ്പോട്ട് പ്രൈസിൻ്റെയും ഫ്യൂച്ചർ പ്രൈസിൻ്റെയും ഡിഫറൻസ് കേട്ടോ. അപ്പോൾ അതിലൂടെ ആർബിട്രേജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഇത് മെച്യൂരിറ്റി പീരീഡിലാണ് ഇത് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പം പ്രൈസിങ് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. ഏണിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വാല്യൂ പ്രൈസിൽ നിന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റാണ് വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ പറയാനുള്ളത് നമ്മൾ ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ, മനസ്സിലാക്കുക, ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആയോ? സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും എന്താണെന്ന് അറിയില്ലേ? അപ്പോൾ ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിൽ സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർബിട്രേജർമാർക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റൊക്കെ വെക്കട്ടെ. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ബേസിൽ ഇനി റിപ്പോ റേറ്റ് എന്താണെന്നാണ് പറയുന്നത്. എന്താ റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ബാങ്കിൻ്റെ കേസിലൊക്കെ ഒരുപാട് റിപ്പോ റേറ്റ്സ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ് കേട്ടോ. എന്താണ്? റീപർച്ചേസ് ആണ്. മീനിങ് പറയുകയാണെങ്കിൽ ഫോംസ് ഓഫ് റീപർച്ചേസ് എന്ന് നമുക്ക് പറയാം. റിപ്പോൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ബോറോവേഴ്സ് എന്ത് ചെയ്യാണ്, ഒരു ലേറ്റർ ഡേറ്റിൽ അസറ്റോ സെക്യൂരിറ്റിയോ വീണ്ടും പർച്ചേസ് ചെയ്യാം. ആദ്യം അവർ വിൽക്കുന്നുണ്ട്, അതിനുശേഷം അവർ വീണ്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഹയർ പ്രൈസ് ആണ് മാർക്കറ്റിൽ എന്ത് തോന്നിക്കഴിഞ്ഞാൽ അത് അവർ എന്ത് ചെയ്യും? ആദ്യം സെല്ല് ചെയ്യും. സോൾഡ് ടു ലെൻഡർക്ക് അത് സെല്ല് ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യും? ആ ഒരു വേറെ ഡേറ്റ് വെച്ചിട്ട് അതിനെ വീണ്ടും റീപർച്ചേസ് ചെയ്യും. ആ ഒരു കോൺസെപ്റ്റാണ് റിപ്പോ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അവിടെ നിന്നു സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിന് ശേഷം പറയാനുള്ളത് തിയറീസ് ഓർ അപ്രോച്ചസ് ഓഫ് എ മോഡൽസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസിങ്. അപ്പോൾ ഈ ഫ്യൂച്ചർ പ്രൈസിങ്ങിൻ്റെ ബാക്കി തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ അപ്രോച്ചസ് അല്ലെങ്കിൽ മോഡൽസ് അല്ലെങ്കിൽ തിയറീസ്, ഈ 3 ഹെഡിങ്ങിലും നമുക്കിതിനെ പറയാൻ പറ്റും കേട്ടോ. തിയറീസ് അല്ലെങ്കിൽ അപ്രോച്ചസ് അല്ലെങ്കിൽ മോഡൽസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസിങ് എന്നുള്ളത് 4 രീതിയിലാണ് ഇതിന് ഈ മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. there are 4 important models. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. അതിൽ തന്നെ 2 രീതിയിലുണ്ട്. പെർഫെക്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണെന്നും ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണെന്നും. ഇനി രണ്ടാമത്തത് എക്സ്പെക്റ്റേഷൻ മോഡൽ, ദെൻ അതുപോലെ നോർമൽ ബാക്ക്വേഡേഷൻ മോഡൽ, ദെൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. CAPM എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 മോഡൽസുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അല്ലെങ്കിൽ അപ്രോച്ച് അല്ലേ. എന്താണ് എന്ന് പറയാം. അതിൽ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഈസ് എ കോമൺ മെത്തേഡ് ഓഫ് എ വാല്യൂ എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ക്യാഷിനെയാണ് അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ആ പണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വാല്യൂ എന്നത് ഉദ്ദേശിക്കുക. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാല്യൂനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എന്താണ്?
കോസ്റ്റുകൾ ഇൻക്ലൂഡ് ആണ് എന്നുള്ളതാണ്. കോസ്റ്റുകൾ എല്ലാ രീതിയിലുള്ള കോസ്റ്റുകളും നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പ്രോബ്ലമാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മതിയിട്ട്. അതിൽ നോക്കുക. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഫ്യൂച്ചർ പ്രൈസ് ഡിപ്പെൻഡ് അപ്പോൺ 2 എലമെൻറ്റ്. 2 എലമെൻറ്റുകളുണ്ട്. ഒന്ന് എന്താണ്? കറണ്ട് സ്പോട്ട് പ്രൈസ് ഒന്ന്, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്. മനസ്സിലായോ? കറണ്ട് സ്പോട്ട് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ദെൻ രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ഓർ അല്ലെങ്കിൽ സ്റ്റോറിങ് ദ അണ്ടർലൈൻ അസറ്റ്. ഇപ്പോൾ കമ്മോഡിറ്റിൻ്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ടത് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? പിന്നെ അതിനെ ഇൻഷുർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റുകൾ ഈ ഒരു കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് കേസ് ആണെങ്കിലോ, ഇപ്പോൾ ബോണ്ട് നമ്മൾ സെക്യൂരിറ്റി നമ്മൾ വാങ്ങിച്ചു, സെക്യൂരിറ്റി നമ്മൾ നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചു എന്ന് വിചാരിക്കുക. അതിന് നമുക്ക് ഒരു പീരിയോഡിക്കൽ റിട്ടേൺ കിട്ടൂലേ? അതൊരു കാര്യമല്ലേ? അത് മീൻസ് നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളതും ഇതിന് ഒരുപാട് ചിലവുകളും അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് കോസ്റ്റാണ്. റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻകാണ്, റവന്യൂ ആണ്, അല്ലേ? ഈൽഡാണ്, മീൻസ് അങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ്. അങ്ങനെയാണ് നമ്മൾ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 എലമെൻ്റ് ഉണ്ട്. ഒന്ന് എന്താണ്? സ്പോട്ട് പ്രൈസ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് കേട്ടോ. കോസ്റ്റ് ഓഫ് ക്യാരിയിങ് എന്താണെന്ന് പറയാം. കോസ്റ്റ് ഓഫ് ക്യാരിയിങ്ങിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്ന നോക്കാം. ദർ ആർ 2 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പ്രസൻറ്റ് ദ ഡെലിവറി അറ്റ് ഡേറ്റ് മെച്യൂരിറ്റി ഡേറ്റിലാണ് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലുള്ളത് തന്നെ കേട്ടോ. അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാരി ഇതിൽ ഒരു കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റോ നമ്മൾ വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചിലവുകൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. നെയിമിലി ദർ ആർ 2 ഡിറ്റർമിൻഡ് ഫ്യൂച്ചർ പ്രൈസ്, നെയിമിലി സ്പോട്ട് പ്രൈസും ക്യാരിയിങ് കോസ്റ്റും. 2 പ്രൈസുകളുണ്ട് കേട്ടോ. ഫ്യൂച്ചർ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് 2 പ്രൈസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്പോട്ട് പ്രൈസും ദെൻ ക്യാരിയിങ് കോസ്റ്റും. ദെൻ നോക്കാം. ക്യാരിയിങ് കോസ്റ്റ് ആർ സെവറൽ ടൈപ്സ്, ഒരുപാടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് ആർ എക്സ്പെൻസസ് ആർ ഇൻഷുറൻസ് ആർ ഇൻകേർഡ് ഇൻ എ സ്റ്റോറിങ് മെയിൻ്റെനൻസ് അസറ്റ് ദ സേഫ് കസ്റ്റഡി. നമ്മുടെ കസ്റ്റഡിയിൽ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇൻകയർ ആകുന്ന എല്ലാ കോസ്റ്റിനുകളും എന്താണ്? സ്റ്റോറേജ് കോസ്റ്റാണ്. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൽ പിന്നെ ഇൻഷുറൻസ് കോസ്റ്റാണ്, അത് ഇൻക്ലൂഡ് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്യണം. ദെൻ ഫിനാൻഷ്യൽ കോസ്റ്റ്. ഈ ഫിനാൻഷ്യൽ കോസ്റ്റുകൾ എപ്പോഴും ഉണ്ടാവില്ല. മീൻസ് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ പോലെയല്ല, അതൊരു ഫിക്സ്ഡ് ആയിരിക്കും. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാവുള്ളൂ, അതങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ 6 മാസത്തിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ 6 മാസത്തിലുള്ള ഫിനാൻഷ്യൽ കോസ്റ്റ് ഉണ്ടാവുക. അത് ഇങ്ങനെ മാറൂല എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പോട്ട് പ്രൈസ് തരും, ഫ്യൂച്ചർ പ്രൈസ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് തരും. ദെൻ അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? കോസ്റ്റ് ഓഫ് ക്യാരിയിങ് അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാരിയിങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കോസ്റ്റ് ഓഫ് ക്യാരിയിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ദെൻ ഫിനാൻഷ്യൽ കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്. ഇത്രയും ഭാഗങ്ങൾ ഇൻക്ലൂഡ് ആണ്. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാരി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഫ്യൂച്ചർ പ്രൈസ് കിട്ടിയെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒരു കാര്യം അതിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ there are a possibility of earnings yield on a storing asset. Such yield is known as convenience yield from a holding stock. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മുടെ കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ സമയത്ത് റിട്ടേൺ കിട്ടുമല്ലോ. അതാണ് കൺവീനിയൻസ് yield പറയുന്നത് കേട്ടോ. റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൺവീനിയൻസ് yield. റിട്ടേൺ നമ്മൾ വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോസ്റ്റാണ്. ഓക്കെ, അത് ഫിനാൻഷ്യൽ കോസ്റ്റിൽ വരും. അപ്പോൾ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അതിന്
എന്താ പറയുന്നത്, ഈൽഡ്, കൺവീനിയൻസ് ഈൽഡ് എന്ന് പറയുന്നുണ്ട്. ആ ഈൽഡ് നമുക്ക് എന്ത് ചെയ്യണം, ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. നോക്കുക, ഇൻ അതർ വേർഡ്സ് ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഡിഫറൻറ്റ് ഇൻ എ സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ മാർക്കറ്റ് എക്സിക്യൂട്ട് ദയർ ബൈയിങ് ആർ സെല്ലിംഗ് അണ്ടർലൈങ് അസറ്റ്. These are because pricing the obtained expectation market not influence price directly. നോക്കട്ടോ, benefit a rise of a ownership asset during the future contract. This should be deducted from a carrying cost. കേട്ടോ, ക്യാരിയിങ് കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഇത് മൈനസ് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ക്യാരിയിങ് കോസ്റ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആയ? ഈൽഡ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഈൽഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. എല്ലാ പ്രോബ്ലത്തിലും ഈൽഡ് ഉണ്ടാവില്ല. ഈൽഡ് കിട്ടി എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺവീനിയൻസ് ഈൽഡ് എന്ന് കണ്ടാൽ മാത്രം നമ്മൾ മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പറയൂ, ക്ലിയർ അല്ലേ? കേൾക്കണില്ലേ? റിസാന, ഓക്കെയാണ് മിസ്സേ. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ മോഡൽ അപ്രോച്ചിൽ ഇൻപെർഫെക്റ്റ് മാർക്കറ്റിൽ പെർഫെക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ ഇതന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതന്നെ ഇൻപെർഫെക്റ്റ് മാർക്കറ്റിൽ, ഇൻപെർഫെക്റ്റ് അല്ല കേട്ടോ, ഇൻപെർഫെക്റ്റ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫ്യൂച്ചർ പ്രൈസ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് ഇൻക്ലൂഡ് എന്തൊക്കെ നമ്മൾ പറഞ്ഞ്, സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ് എല്ലാം നമുക്ക് ക്യാരിയിങ് കോസ്റ്റായിട്ട് പറയാൻ സാധിക്കും. ഇനി അതിൽ കുറച്ച് അസംഷൻസുകൾ ഉണ്ട്. അസംഷൻസ് നോക്കുക. ദർ ഇസ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ? ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഇല്ലാണ്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അസറ്റ് ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ, അണ്ടർലൈൻ അസറ്റ് ഉണ്ടാവില്ല. അത് നമ്മൾ ക്യാഷിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അസറ്റ് ഇല്ലാണ്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷേ മെച്യൂരിറ്റി ഡേറ്റ് ഒരു 3 മാസമാണെങ്കിൽ ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അത് വിൽക്കണം വേണ്ടേ? ആ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോറോവേഴ്സ് മീൻസ് ആ 3 മാസത്തിനുള്ളിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ. അത് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിൽക്കണം. അങ്ങനെയാണ് ഈ ഒരു രീതി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഷോർട്ട് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഷോർട്ട് സെല്ലിങ് മീൻസ് ഈ അസറ്റ് ഇല്ലാണ്ട് തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ദർ ഈസ് ഇൻവെസ്റ്റേഴ്സ് ബോറോ ആൻഡ് ലെൻഡ് വിത്തൗട്ട് എനി ലിമിറ്റ്. ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളത് കേട്ടോ. ഇൻവെസ്റ്റേഴ്സുമായിട്ട് യാതൊരു ലിമിറ്റേഷൻസും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അതുപോലെ നോ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റിനൊന്നല്ല പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലല്ല. ഇത് എന്താണ്, ക്രെഡിറ്റ് റിസ്ക് അവിടെ കുറവാണ്. പിന്നെ അതുപോലെ നോ മാർജിൻ റിക്വയർമെൻറ്റ്, മാർജിൻ മണി ഒന്നും ആവശ്യമില്ല. ദർ ഇസ് നോ ടാക്സും അവിടെ ഇല്ല. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എന്ത് പറയുന്നത്, അസംഷൻസുകളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. എക്സ്പ്രസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് F0 അല്ലേ, എന്താണ്, ഫ്യൂച്ചർ പ്രൈസാണ്. F0 കറണ്ട് ഫ്യൂച്ചർ പ്രൈസ്. T is equal to S0 plus into 1 plus C എന്നുള്ളതാണ്. F0 T എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് പ്രൈസ് ഫോർ ഡെലിവറി അറ്റ് ദ ടൈം എന്നുള്ളതാണ് കേട്ടോ. ദെൻ അതുപോലെ S0 എന്ന് പറയുന്നതോ കറണ്ട് സ്പോട്ട് പ്രൈസാണ്. മീൻസ് ആ സമയത്ത് മെച്യൂരിറ്റി ഡേറ്റ് സമയത്ത് എത്രയാണോ
പ്രൈസ് ഉള്ളത് ആ പ്രൈസാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ക്യാരിങ് കോസ്റ്റാണ്. ക്യാരിങ് കോസ്റ്റിൽ ഈ പറഞ്ഞതൊക്കെ ഇൻക്ലൂഡാണ്. ഇനി ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ചെറിയൊരു പ്രോബ്ലമാണ്, നമുക്ക് എഴുതി പറയേണ്ട ആവശ്യമില്ലാത്തൊരു പ്രോബ്ലം തോന്നുന്നുണ്ട്, ആവശ്യമുള്ളവർ പറയാം കേട്ടോ. ഇനി അതിൽ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിനേറ്റ് ദി ഫ്യൂച്ചർ പ്രൈസ് ആസ് പെർ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഫ്രം ദ ഫോളോയിങ്. സ്പോട്ട് പ്രൈസ് കമ്മോഡിറ്റി അല്ലേ, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ദെൻ സ്റ്റോറേജ് കോസ്റ്റ് 5% ആണ് കേട്ടോ. ദെൻ ഇൻഷുറൻസ് കോസ്റ്റ് 3% പെർ ആനും ആണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 5% ഫിക്സ്ഡ്. ദെൻ ഫിനാൻഷ്യൽ കോസ്റ്റ് 10%. ക്യാരി പീരിയഡ് 6 മന്താണ്. നമ്മൾ എത്ര വർഷമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 6 മാസമാണുള്ളത്. എത്ര ടൈം എന്നുള്ളത് എക്സ്പിറേഷൻ ടൈമാണ് കേട്ടോ അത്. ദെൻ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കാണുക നോക്കുക. F0 = S0 × 1 + C ആണ്. S0 എന്ന് പറയുന്നത് എവിടെ എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ. 50,000 1 + C ആണ്. അപ്പോൾ C നമുക്ക് കാണണം അല്ലേ. ക്യാരിങ് കോസ്റ്റ് കാണണം. അതിൽ 5 + 3 + 10 + വേണം അല്ലേ. സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് ഇൻഷുറൻസ് കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ് അല്ലേ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ ആനും ആയിട്ട് തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 6 മാസത്തിനാണ് കാണുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. കാരണം 6 മാസത്തെ ഫിനാൻഷ്യൽ കോസ്റ്റ് പിന്നെ ആ ഫിക്സ്ഡ് എമൗണ്ട് തന്നെയാണ്, അത് മാറൂല കേട്ടോ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ അതിൽ എന്താണ് 6 മാസത്തിന് അല്ലേ, പിന്നെ 1 വർഷത്തിൻ്റെയൊക്കെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 5% അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമുക്ക് അത് 5% അത് 6 മാസത്തേക്കാണ്. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 5 + 3 + 10 അതിന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടുമല്ലോ. × 6 / 12 + 5%. അപ്പോൾ ഈ പെർസെൻറ്റേജ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ 9 + 5 കിട്ടും. എങ്ങനെ ചെയ്യാൻ മനസ്സിലായോ? എങ്ങനെ ചെയ്തത് മനസ്സിലെന്ന് വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെ 5 + 3 + 10 എത്രയാണ്? 18 കിട്ടിയില്ലേ. 18 × 6 / 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. 9 + 5 14. അപ്പോൾ 14%. അപ്പോൾ 14%നെ നമ്മൾ പെർസെൻറ്റേജിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ 0.154 കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കാണാം അല്ലേ. F0 = 50,000 × 1 + 0.4 14 = 57,000. ഇത്രയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഈസി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ചെയ്ത് കാണിക്കണ? ഓക്കെ അല്ലേ? പറയൂ. റിസാന ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് ആണ്. ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് ആണ്. അതും തന്നെ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്ന് നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്. വെൻ എ കോൺട്രാക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ഹയർ ദാൻ ഇൻ ദ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കേട്ടോ കോൺട്രാക്റ്റ് ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് ഫ്യൂച്ചർ പ്രൈസ് കൂടുതലാണെങ്കിൽ കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് കൂടുതലാണെങ്കിൽ നോക്കുക. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത
കോൺട്രാക്റ്റ് ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും കാൽക്കുലേറ്റ് ചെയ്ത ഫ്യൂച്ചർ പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ, ഒരു മിനിറ്റ് കേട്ടോ,